ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിൻ്റെ ഓർഡർ 2-3 ഓർഡർ കിട്ടിയത് കുറച്ച് അകലക്കായ കാരണം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അടുത്തേക്കൊന്നും പിന്നെ ഓർഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കേട്ടോ വീഡിയോ പിന്നെ ഫോൺ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഫോൺ കേട് വന്ന കാരണം കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ പോയിട്ടാ. അപ്പോൾ ശരിയായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ മാങ്ങയുടെ പണികളാണ് അധികം കേട്ടോ. മാങ്ങ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിറയെ മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴുത്തിങ്ങനെ വീഴുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ കുറേ മാങ്ങ പറക്കി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ കുറേയൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടും ഐസ് ഉണ്ടാക്കിയിട്ടും. ഇവിടെ ഐസ്ക്രീമും ഒന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ജ്യൂസ് കുടിക്കും, പിന്നെ അതിൻ്റെ ഐസ്ക്രീമൊന്നും നമ്മൾ മാംഗോ ഐസ്ക്രീമൊക്കെ ഇല്ല, അതൊന്നും ഇവർക്ക് എനിക്കും അത് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ ഇങ്ങനെ കുറേയൊക്കെ നമ്മളിങ്ങനെ ചെത്തി വെക്കൂട്ടെ, കുറേയൊക്കെ പിന്നെ അവിടെ തന്നെ വെക്കും, ആർക്കെങ്കിലും കൊടുക്കാനും ഒക്കെ ആയിട്ടിട്ടാ. കുറേ ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടും കാര്യമില്ലല്ലോ, അങ്ങനെ കുറേ കാണുമ്പോൾ ആർക്കും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ രാവിലെ കിട്ടുന്നതാട്ടെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇത്രയ്ക്ക് തന്നെ പിന്നെയും ഉണ്ടാവും കേട്ടോ, കുറേ വീണെടുക്കണം. പിന്നെ കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവർ പൊട്ടിക്കാൻ വരാതൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം പൊട്ടിച്ച് പോയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് മാങ്ങ അങ്ങനെ പഴുത്ത് വീഴുന്നത് നിറച്ചു. പിന്നെ ഇവിടെയുള്ള അടുത്തുള്ള എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെ കുറേ സ്ഥലം മാങ്ങയൊക്കെ ഉള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മാങ്ങ ഉണ്ട്. പിന്നെ കുറച്ച് ഇല്ലാത്തവർക്കൊക്കെ നമ്മളിങ്ങനെ കൊടുത്തയക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നാട്ടിൻപുറമാണല്ലോ, അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലെ നിറയെ മാങ്ങ ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഐസാക്കിയിട്ടും ജ്യൂസാക്കിയിട്ടും ഒക്കെ വെച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കണം. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി ഫ്രീസ് ചെയ്ത് വെക്കുന്നത് കുറേ കാലം ഇരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറില്ല, ഒരു സാധനവും ഞാൻ ഫ്രീസ് ചെയ്ത് അങ്ങനെ എടുത്ത് വെക്കാറില്ല കേട്ടോ, എനിക്കത് താല്പര്യമില്ല. അപ്പോൾ ഇതിങ്ങനെ കുറേ ഉള്ള കാരണം പെട്ടെന്ന് ജ്യൂസ് അടിക്കാനും ആരെങ്കിലും പെട്ടെന്ന് വന്നാലൊക്കെ ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതല്ലേ വെച്ചിട്ട് കുറച്ച് അങ്ങനെ ആക്കി 2-3 ബാഗ് അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കിട്ടാ, കേടുവരാണ്ടിരിക്കുന്നുണ്ടോ എന്താണെന്നുള്ള കാര്യം. എനിക്കറിയില്ല, കേടുവരാണ്ട് കുറേ നാൾ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് ചിലവരൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇതുപോലെ കുറച്ചൊക്കെ മുറിച്ചിട്ട് ജ്യൂസ് അടിക്കും, പിന്നെ ബാക്കി കുറച്ച് മുറിച്ചിട്ട് ഇതുപോലൊക്കെ ആക്കി വെക്കും. കുറച്ചൊക്കെ ഇടയാം, നമുക്ക് കുറേ നേരം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ രാവിലെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കവറിലാക്കി സിബ്ലോക്ക് കവറിലാക്കി വെക്കുന്നത് നല്ലത്. നമ്മുടെ എപ്പോഴൊക്കെ ആക്കി വെച്ചാൽ കുറേ സ്ഥലം പോകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ കേക്കിൻ്റെ പരിപാടിയൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിലേ അതിൽ ക്രീമും സാധനങ്ങളൊക്കെ വെക്കണ്ടേ, അപ്പോൾ സ്ഥലം പോകും കേട്ടോ. അപ്പോൾ അതും കൂടി കാരണം ഞാൻ അധികം സാധനങ്ങൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജും ഫ്രീസറൊക്കെ നിറച്ച് വെക്കാത്തത്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ചിലർ പച്ചമാങ്ങയും അതുപോലെ ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ ചക്ക ഒക്കെ ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് മാങ്ങ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ കുറച്ച് ഐസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ സാധാരണ പോലെ പാലൊഴിച്ച് അടിക്കുക അധികം ചെയ്യാം കേട്ടോ. പാലൊഴിച്ച് അടിച്ചാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റ് ബൗൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവനിൽ വെക്കാൻ പറ്റിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നല്ലത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ബൗൾ ഉണ്ടാവില്ലേ, ഓവനിൽ വെക്കാൻ പറ്റിയത്, അത് നല്ലത് കേട്ടോ. ഇത് ചിലപ്പോൾ ഇങ്ങനെ അരികൊക്കെ ഇങ്ങനെ ഒരു വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഈ ഒരു പാത്രം പൊട്ടൊന്നുമില്ല, എന്നാലും പാത്രത്തിന് കേടുവരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ചെറിയ പാത്രം ഇല്ല. ഇതിന് ചെറിയൊരു പാത്രം മതി, വലുതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുള്ളത് കുറച്ച് വലുതാട്ടോ, പുഡിംഗ് ബൗൾ പോലത്തത്. അപ്പോൾ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലൊരു 3 ടേബിൾ സ്പൂണ് മൈദയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും. അപ്പോൾ ഓവണൊന്ന് പ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അത് മൈക്രോവനിൽ ഉണ്ടാക്കണ ഒരു ബൗളാണ്, ചോക്ലേറ്റ് ബൗളാണ്. കണ്ടുണ്ടാവും നിങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മൈക്രോവൺ ഇല്ല, OTG ഓണാണല്ലോ. അപ്പോൾ അതിൽ ഇത്തിരി സമയം എടുക്കും കേട്ടോ. എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം, പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കേട്ടോ. ഉണ്ടാക്കിയിട്ട് ശരിയാവുമോ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൽ 3 ടേബിൾ സ്പൂണ് മൈദയും 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും അതുപോലെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മതി കേട്ടോ. ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ആ കേക്ക് പോലെ തന്നെ എല്ലാം കൂടി ബൗളിലാക്കി മിക്സാക്കി നമ്മൾ ഓവനിൽ വെക്കുക ചെയ്യുന്നത് കേട്ടോ. വേറെ കുറേ പാത്രങ്ങളും അതുപോലെ ബീറ്റർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, മിക്സി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല.
മക്കൾക്കും ഉണ്ടാക്കുക, കുറച്ച് മുതിർന്ന മക്കൾക്കും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കുട്ടികൾക്ക് വിശക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഇവർക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കഴിക്കാനായിട്ടാണ് വിശക്കണത്, അല്ലാണ്ട് ചോറും കറിയും കഴിക്കാനൊന്നല്ല. അവർക്ക് ഇപ്പോൾ ചോറ് കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ വിശക്കണ കൊണ്ട് നടക്കൂട്ടാ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കേക്ക് അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളിലല്ലോ, അപ്പോൾ ഇതുപോലെ ഒരേ സാധനങ്ങൾ കഴിക്കാനാണ് അവർക്ക് താല്പര്യം കേട്ടോ. എൻ്റെ ഈ ചോക്ലേറ്റ് കുറച്ച് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുക്കിംഗ് ചോക്ലേറ്റ്. അതൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ട് അവർ ഓരോ പീസ് എടുത്ത് കഴിച്ചിട്ട് എന്നൊക്കെയാണ് അവരുടെ പണി. പിന്നെ സ്നാക്സ് ഒക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ കിച്ചണിൽ നിൽക്കാനും പറ്റില്ല കേട്ടോ, നല്ല ചൂടാണ്. അത് കാരണം അധികം നേരം കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റില്ല. അവിടുന്ന് ഓട്ടോ റൂമിൽ നമ്മൾ ഫാറ്റിട്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പകൽ നല്ല ചൂടുണ്ട് കേട്ടോ. രാത്രി ഇവിടെ അത്ര ചൂടില്ല, പാടത്തിൻ്റെ ഒക്കെ ഭാഗത്തായ കാരണം നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എല്ലാതും 3 കണക്കില്ല ഞാൻ എടുത്തിട്ടുള്ളത്. പാല് മാത്രം കുറച്ച് 1 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയായി തോന്നിയപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലെ പാലാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു കട്ടിയായി പോലെ തോന്നിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി പാലും പിന്നെ കുറച്ച് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ വാനില എസൻസ് ഇട്ടാൽ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ കുറച്ച് കുക്കീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 2ാമത്തെ ആളും 3ാമത്തെ ആളും കൂടിയിട്ട്, 3ാമത്തെ ആളുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അവൾ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ച് ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫോട്ടോ മാത്രം ഇതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇത് വീഡിയോ എടുക്കുന്ന ഇടയിലായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതപ്പം തന്നെ കഴിഞ്ഞു വിട്ടെ, കുറച്ച് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണം, നല്ല അടിപൊളി വന്നിട്ടുണ്ടായിരുന്നു. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സാക്കിയതിന് ശേഷം അരികൊക്കെ ഒന്ന് വടിച്ച് ലെവലാക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് ചോക്ലേറ്റ് മറ്റേ മിൽക്കും ഡാർക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കുറച്ചൊന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇത് മൈക്രോവോണിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. മൈക്രോവോണിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം 1.5 മിനിറ്റ് കൊണ്ടൊക്കെ ആയി കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് സമയം പിടിക്കും കേട്ടോ. അതൊരു ഞാനൊരു 5-8 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 12 മിനിറ്റിലും കൂടുതൽ സമയം എടുത്തു, 13 മിനിറ്റ് സമയം എടുത്തു കേട്ടോ അതായി കിട്ടാൻ. ആദ്യം നോക്കിയപ്പോൾ ഇത് ആയി ഉണ്ടായിരുന്നില്ല. അപ്പത്തിന് ഇവരെ ഈ കുക്കീസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്തതിന് ശേഷം ആ ഒരു ചോക്ലേറ്റിൻ്റെ എടുത്തതിന് ശേഷം ഇതും കൂടിയും ബേക്ക് ചെയ്യാൻ അവർ വെച്ചു കേട്ടോ. അപ്പോൾ ഞാനതൊരു 12 മിനിറ്റ് സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചോക്ലേറ്റ് അടിയിലൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ടുണ്ട്, മേലെ കുറച്ച് ഇങ്ങനെ ഹാർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്ക്. പിന്നെ ചൂടോട് കൂടി കഴിക്കാതെ ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിട്ടിരിക്കുമ്പോഴേ വായ പൊള്ളും. കുറച്ച് ചൂടൊക്കെ മാറിയതിൻ്റെ ശേഷം വേഗം കോരി കഴിക്കട്ടെ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മൈക്രോവോണിലവർക്ക് നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കുക. അതെല്ലാം കൂടി മിക്സാക്കിയിട്ട് അതിൽ വെച്ചിട്ട് 1.5 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 10-12 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് എളുപ്പം എന്തെങ്കിലും മധുരം കഴിക്കണമെന്നൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ കുക്കീസ് ഞാൻ നല്ല അടിപൊളി കുക്കീസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പി ഇട്ടിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ചോറുകൊണ്ട് കുറച്ച് മുറുക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. കേക്കിൻ്റെ വീഡിയോസ് ഇപ്പോൾ കുറവാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.